ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിദ്. കേഡറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഏതുവരെയായി? നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മുന്നിലുള്ളത് ഇനി ഏകദേശം ഒരു മാസത്തോളം സമയമാണുള്ളത് അല്ലേ. ഫെബ്രുവരി 21 തീയതിയും 23 തീയതിയുമാണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാൻ നമുക്ക് ഇനിയും നമ്മൾ റെഡി ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ വരുന്ന കേഡറ്റ് നേടിയെടുക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോൾ കേഡറ്റ് എക്സാമിന് അപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടീച്ചറെ ഇനി നമുക്ക് കേട്ടിട്ട് ഇത്തവണ നേടിയെടുക്കാനായിട്ട് പറ്റൂ, അതിനെന്തെങ്കിലും വഴികളുണ്ടോ എന്നുള്ളത്. മക്കളെ, ഇവിടെ വിജയത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടിൻ്റെ തന്നെയാണ് അല്ലേ. നമുക്കറിയാം കുഴുക്ക് വഴികളൊന്നും തന്നെ എന്തിലേക്കില്ല, വിജയത്തിലേക്കില്ല. പക്ഷേ കഷ്ടപ്പെടാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന കേട്ടറ്റ് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പം അതിനാദ്യം വേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ്. ഇനി നമ്മുടെ മുന്നിലുള്ള ഒരു 30 ദിവസം അല്ലെ, ഒരു 30 ദിവസം ഉണ്ടെന്ന് തന്നെ നമ്മൾ കണക്കാക്കാം. ഈ 30 ദിവസം കൊണ്ട് നമ്മൾ കവർ ചെയ്യേണ്ട ചില കോർ ഏരിയാസ് ഉണ്ട്. ആ കോർ ഏരിയാസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം ഇനി നിങ്ങൾ പഠിക്കാനായിട്ട്. ഈ 30 ദിവസത്തിലെ അവസാനത്തെ ഒരാഴ്ച എന്ന് പറയുന്നത് നമുക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. ഇപ്പോൾ നിങ്ങളാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി നിങ്ങൾ റിവിഷൻസ് നടത്തുന്നുണ്ടാവും. ഇനി റിവിഷൻസ് നടത്താത്ത കുട്ടികളാണ്, നിങ്ങൾക്ക് ഏറ്റവും ഒടുവിൽ റിവിഷൻ നടത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു സമീപനമാവില്ല. കാരണം നമ്മൾ ഇത്രയും നാൾ പഠിക്കുന്നു, കുറേ നാൾ പഠിച്ചു കഴിഞ്ഞ് പിന്നെ റിവിഷൻ ചെയ്യുമ്പോൾ അതിൽ കുറേയൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് റിവിഷൻസ് നടത്തണം. അപ്പോൾ ഈ 30 ദിവസങ്ങളിൽ ഒരാഴ്ച നമ്മൾ ഫുള്ളായിട്ട് എന്ത് ചെയ്യണം, റിവിഷന് വേണ്ടി തന്നെ മാറ്റിവെക്കണം. ബാക്കിയുള്ള ദിവസങ്ങളെ എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും, എങ്ങനെ നമുക്ക് ഈ വരുന്ന കേട്ടറ്റ് തന്നെ നേടിയെടുക്കാനായിട്ട് പറ്റും അല്ലേ. കേട്ടറ്റ് എന്ന് പറയുന്നത് അധ്യാപകരായിട്ട് നമുക്ക് തുടരണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടുള്ള ഒരു ക്വാളിഫയിങ് എക്സാമാണ് കേട്ടറ്റ് എന്നുള്ളത്. അപ്പോൾ സർവീസിലിരിക്കുന്നവർക്കും ഇനി സർവീസിലേക്ക് കയറാൻ പോകുന്നവർക്കും അല്ലെങ്കിൽ ഒരു ഭാവിയിൽ എനിക്ക് ടീച്ചർ ആവണം എന്ന ആഗ്രഹമുള്ള ആളുകളൊക്കെ നിർബന്ധമായിട്ടും ക്വാളിഫൈ ചെയ്യേണ്ട ഒരു എക്സാമാണ് കേട്ടറ്റ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, ഏതൊക്കെ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യണം, ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ഇവിടെ നിങ്ങൾ ആദ്യം പറയാനുള്ള ഒരു കാര്യം, ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളൊരു സംശയം വേണ്ട. ഇനി പഠിച്ചാലും കിട്ടും. ഒരു 30 ദിവസം സമയമുണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊരു ദിവസം ഒരു 5-6 മണിക്കൂർ മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വാളിഫയിങ് എക്സാമാണ് കേട്ടറ്റ് എന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സിലബസ് എടുക്കുന്നു, നമ്മൾ A to Z കാര്യങ്ങൾ വായിച്ചു നോക്കുന്നു, നമ്മൾ ആദ്യം തൊട്ടുള്ള ടോപ്പിക്സ് പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ നമുക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ശരിയായ രീതിയിൽ പഠിക്കാനും പറ്റില്ല. അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കോർ ഏരിയാസ് ഉണ്ട് എന്നുള്ളത്. ഈ കോർ ഏരിയ നമ്മളിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, പരീക്ഷാ ഭവൻ ഇപ്പോൾ ഒരു വർഷം 2 പരീക്ഷ ഇപ്പോൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷകളുടെ PYQ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ അതിൽ സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ചില ഏരിയാസ് ഉണ്ട്. ആ ഏരിയനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ടീം സൈലം കൃത്യമായിട്ടൊരു 30 ഡേയ്സിൻ്റെ ടൈം ടേബിൾ വെച്ചാണ് ഇനി ക്ലാസ്സുകൾ ആരംഭിക്കാനായിട്ട് പോകുന്നത്. ഒരു ക്വിക്ക് റിവിഷൻ പോലെ നമുക്ക് ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, Day 1, Day 2, Day 3 ഇങ്ങനെ ഒരു 30 ദിവസത്തെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ ഒരു കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് അല്ലേ. കൃത്യമായിട്ട് നമുക്കൊരു പ്ലാൻ ഇല്ല, നമ്മൾ എന്ത് ചെയ്യും എന്നതിനെ പറ്റി നമുക്ക് യാതൊരു ഐഡിയ ഇല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്യും, അതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ എഫക്റ്റീവ് ആവും, പക്ഷെ വിചാരിച്ച ലക്ഷ്യത്തിലെത്തണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് പഠിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 30 ഡേയ്സിനൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, അവരെല്ലാവരും തന്നെ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഇനി ഇതിൽ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, കോഴ്സുകളൊക്കെ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ, ഇനി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമോ, ഇനി നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കേണ്ടി വരുമോ എന്നുള്ള രീതിയിൽ. ഇവിടെ നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമുക്ക് കേട്ടിട്ട് 1-നും 2-നും 3-ക്കും ഇവിടെ കോഴ്സസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. പക്ഷേ ഈ ഒരു സമയം നമ്മൾ കംപ്ലീറ്റ് ടോപ്പിക് റിവിഷൻ എന്നുള്ള രീതിയിലാണ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി ഉള്ള കുട്ടികൾക്ക് ഒന്നും കൂടി അവർ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും പുതുതായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഏതാണ് എന്നതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കാനും ഈ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഒന്ന് സ്ക്രീനിൽ ഒരു നമ്പർ കാണുന്നുണ്ട്,
നമ്പർ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. യെസ്, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഇവിടെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ടീം തന്നെയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, ഈ വരുന്ന കേട്ടിട്ട് തന്നെ നേടിയെടുക്കാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പം നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു ആദ്യത്തെ ഒരു കാര്യമായിരുന്നു അത്. ഇനി പഠിച്ചാൽ കിട്ടുമോ അതിനുള്ളൊരു കൃത്യമായിട്ടൊരു ഉത്തരം ഞാൻ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ള കുറച്ച് കൂട്ടുകാരുണ്ട് അല്ലേ. അപ്പം നിങ്ങളുടെ പഠനം ശരിയായ ദിശയിലാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ റെഡിയാണല്ലോ? യെസ്, ചോദ്യം കാണുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലൈഫ് സ്കിൽ എമംഗ് ദോസ് സജസ്റ്റഡ് ബൈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ക സൈക്കോളജി ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു GK രീതിയിൽ നമുക്കിത് പറയാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? തന്നിട്ടുള്ളതിൽ ഏതാണ് നമ്മുടെ WHO പറയാത്തത് ലൈഫ് സ്കിൽ അല്ലേ? WHO സജസ്റ്റ് ചെയ്യാത്ത ലൈഫ് സ്കിൽ ഇതിൽ ഏതാണ്? WHO പറയാത്ത ലൈഫ് സ്കിൽ. ഇതൊക്കെ തന്നെ നമ്മുടെ PYQ ചോദ്യമാണ്. സെൽഫ് അവയർനെസ്, ക്രിയേറ്റീവ് തിങ്കിങ്, റിപ്രഷൻ, എംപതി. ഇതിൽ നമ്മുടെ WHO പറയുന്ന അല്ലെങ്കിൽ പറയാത്ത ലൈഫ് സ്കിൽ ഏതാണ് എന്നറിയില്ലെങ്കിലും നമുക്ക് ഏകദേശം സൈക്കോളജിയുമായിട്ടൊരു അടുപ്പുണ്ടെങ്കിൽ ഇതിന് ആൻസർ കിട്ടും അല്ലേ. ഇതിൽ സെൽഫ് അവയർനെസ്, ക്രിയേറ്റീവ് തിങ്കിങ്, റിപ്രഷൻ, എംപതി. ഇതിൽ ഒരാൾ എന്താണ് കൂട്ടത്തിൽ പെടാതെ ഇരിക്കുന്നുണ്ട് അല്ലേ. ആരാണത്? റിപ്രഷൻ. റിപ്രഷൻ എന്നുള്ളത് എന്താണ്? ഡിഫൻസ് മെക്കാനിസം ആണ് അല്ലേ. സമായോജന ക്രിയാതന്ത്രം. ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഫ്രസ്ട്രേഷൻ, സ്ട്രെസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ചില തന്ത്രങ്ങൾ പ്രയോഗിക്കും അല്ലേ. നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചില തന്ത്രങ്ങൾ പ്രയോഗിക്കും. ആ തന്ത്രങ്ങളെയാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്നൊക്കെ പറയുന്നത്. അതിൽ വരുന്ന ഒരാളാണ് റിപ്രഷൻ. ബാക്കി 3 പേരും WHO സജസ്റ്റ് ചെയ്യുന്ന ലൈഫ് സ്കിൽസിൽ വരുന്നതാണ്. അതായത് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഒരു കുട്ടി വിദ്യാഭ്യാസം നേടുന്നത് കൊണ്ട് അയാൾ മിനിമം കുറച്ച് ലൈഫ് സ്കിൽസ് എങ്കിലും നേടിയെടുത്തിട്ടുണ്ടായിരിക്കണം. അത്തരത്തിലൊരു 10 ലൈഫ് സ്കില്ലാണ് WHO സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആ 10 ഏതാണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. സെൽഫ് അവയർനെസ് അല്ലേ. വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു പ്രക്രിയ നേടിയെടുക്കുന്നതോട് കൂടിയിട്ട് ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അയാളെ കുറിച്ച് തന്നെ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം അല്ലേ. എൻ്റെ കഴിവ് എന്താണ്, എൻ്റെ കഴിവുകേടുകൾ എന്താണ്, ഞാൻ ഏത് രീതിയിൽ മുന്നോട്ടേക്ക് പോകണം, ഏത് ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ഞാൻ സക്സസ് ആവും എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നതാണ് എംപതി എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പോൾ നമുക്കുള്ള ഇമോഷൻസും ഫീലിങ്ങും ഒക്കെ പോലെ തന്നെ എന്തുണ്ട്, നമ്മുടെ ചുറ്റും നിൽക്കുന്ന ബാക്കി ഹ്യൂമൻ ബീയിങ്സിനും അതൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ളവരെയും കൂടെ മനസ്സിലാക്കാനും അവരെയും കൂടെ പരിഗണിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. അതാണ് രണ്ടാമതായിട്ട് പറയുന്ന ലൈഫ് സ്കിൽ എംപതി. പിന്നെ വരുന്നതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ശരിയായ രീതിയിൽ കാര്യങ്ങളെ നോക്കിക്കണ്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള, ശരിയായ ജഡ്ജ്മെൻറ്റ് നടത്താനായിട്ടുള്ള കഴിവ് ക്രിട്ടിക്കൽ തിങ്കിങ്. പേഴ്സണൽ ബയാസ് ഒന്നും കൂടാതെ എന്താണ് ശരിയായിട്ടുള്ളത്, അതിലെ മെറിറ്റ് എന്താണ്, ഡിമെറിറ്റ് എന്താണ്, ചെയ്യേണ്ടത് എന്താണ്, ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് എന്നതിനെക്കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കുക. അതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഏതാണ് ക്രിയേറ്റീവ് തിങ്കിങ് അല്ലേ. ഓരോ മനുഷ്യനും എന്തുണ്ട്, അവരുടെ ലൈഫിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കുന്ന ഈ പ്രശ്നങ്ങളെ ക്രിയേറ്റീവായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എന്ന് പറയും. എല്ലാവരും ചിന്തിക്കുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കണം. പിന്നെ വരുന്നതാണ് ഡിസിഷൻ മേക്കിംഗ്. ഇവിടെ നമുക്ക് ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ളൊരു കഴിവ് വിദ്യാഭ്യാസം കൊണ്ട് കുട്ടികൾ നേടിയെടുത്തിട്ടുണ്ടായിരിക്കണം. പ്രോബ്ലം സോൾവിങ് സ്കിൽ അല്ലേ. അവനവൻ്റെ പ്രശ്നങ്ങൾ അവനവന് തന്നെ പരിഹരിക്കാൻ പറ്റണം. വെറുതെ ബാക്കിയുള്ള ആളുകളുടെ സഹായങ്ങൾ മേടിച്ച് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും എന്താവില്ല, നമ്മുടെ ഒരു ഡെവലപ്മെൻ്റ് അല്ല അതുകൊണ്ട് നടക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ തന്നെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാനായിട്ടുള്ളൊരു എബിലിറ്റി ഉണ്ടായിരിക്കണം. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. എക്സ്പ്രസിങ് യുവർ സെൽഫ് ക്ലിയർലി ആൻഡ് ലിസണിങ് വെൽ. ഇവിടെ നമുക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പറയുന്നൊരു സ്കില്ലാണ് ലിസണിങ് സ്കില്ല് അല്ലേ. മറ്റുള്ളവരെ കേൾക്കാനായിട്ടുള്ളൊരു മനസ്സ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജീസ് ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടായിരിക്കും സംസാരിക്കാനായിട്ട്, അല്ലെങ്കിൽ എന്നെ ഒന്ന് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയിൽ നമ്മൾ
ബാക്കിയുള്ള ആളുകളുമായിട്ട് നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ല ഒരു ശ്രോതാവായിരിക്കാനും ശ്രദ്ധിക്കണം. ഇത് എഡ്യൂക്കേഷൻ പ്രോസസ്സ് കൊണ്ട് ഒരു കുട്ടി നേടേണ്ടതാണ് കേട്ടോ. പിന്നെ വരുന്നതാണ് ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് സ്കിൽസ്, അതായത് മറ്റുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടാനുള്ള കഴിവ്. പിന്നെ വരുന്നതാണ് കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, മാനേജിങ് ലൈഫ് പ്രഷർ. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരിക്കും, അതുമായിട്ട് കോപ്പ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവ്. പിന്നെ വരുന്നതാണ് കോപ്പിംഗ് വിത്ത് ഇമോഷൻസിനെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ളൊരു കഴിവ്. ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും സൂയിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ ദേഷ്യം പ്രകടിപ്പിക്കുക, ഇതൊന്നും എന്തല്ല, ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്ങിന് ചേർന്നതല്ല. നമുക്ക് നമ്മുടെ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം. ഇങ്ങനെ ഒരു 10 ലൈഫ് സ്കില്ലാണ് ആര് പറയുന്നത്? നമ്മുടെ WHO നിർദ്ദേശിക്കുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൊണ്ട് ഒരു കുട്ടി മിനിമം ഇത്തരത്തിലുള്ള ജീവിത നൈപുണ്യങ്ങളെങ്കിലും നേടിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, 10 കോർ ലൈഫ് സ്കിൽ എന്നാണ് ഇത് പറയുന്നത്. WHO's 10 കോർ ലൈഫ് സ്കിൽസ്: സെൽഫ് അവയർനെസ്, എംപതി, critical thinking, creative thinking, decision making, problem solving, effective communication, interpersonal relationship, coping with stress, coping with emotions. അടുത്ത ചോദ്യം, which among the following are characteristics of a hearing impaired child? തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ഒരു ഹിയറിംഗ് ഇംപെയർഡ് ആയിട്ടുള്ള കുട്ടിയുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്? സിറ്റ് വിത്തൗട്ട് അറ്റൻഷൻ, ഡു നോട്ട് റെസ്പോണ്ട് ടു ക്വസ്റ്റ്യൻസ് ഓഫ് അതേഴ്സ്, ഒബ്സർവ് ദ ലിപ് മൂവ്മെന്റ് ഓഫ് പീപ്പിൾ. ഒരു 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിലേതൊക്കെയാണ് ഒരു ഹിയറിംഗ് ഇംപെയർഡ് ആയിട്ടുള്ള കുട്ടിയിൽ കാണാൻ സാധിക്കുന്നത്? ഏതൊക്കെയായിരിക്കും വരിക? നമുക്ക് അതിന് താഴെ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. സിറ്റ് വിത്തൗട്ട് അറ്റൻഷൻ, അതെന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധയില്ലാതെ ഇരിക്കുക, അല്ലേ? ഹിയറിംഗ് ഇംപെയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേൾവി പരിമിതിയുള്ള ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അറ്റൻഷൻ കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്താണ് അവിടെ പറയുന്നത് എന്ന് കേൾക്കാനായിട്ടുള്ള കഴിവ് ആ കുട്ടിക്കില്ല. അപ്പോൾ ആ കുട്ടിയുടെ ഒരു പ്രത്യേകതയാണ് സിറ്റ് വിത്തൗട്ട് അറ്റൻഷൻ. രണ്ടാമത്തെ എന്താണ്? ഡു നോട്ട് റെസ്പോണ്ട് ടു ക്വസ്റ്റ്യൻസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ശരിയായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല. എന്താണ് മറ്റുള്ളവർ ചോദിക്കുന്നതെന്ന് കേൾക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഈ കുട്ടി റെസ്പോണ്ട് ചെയ്യുക? അപ്പം രണ്ടാമത്തേതും ഹിയറിംഗ് ഇംപെയർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ സവിശേഷതയാണ്. ഒബ്സർവ് ദ ലിപ് മൂവ്മെന്റ് ഓഫ് പീപ്പിൾ, അല്ലേ? ഹിയറിംഗ് ഇംപെയർഡ് ആയിട്ടുള്ള കുട്ടികൾ അവരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ഒരു ഫേസ് ടു ഫേസ് നമ്മൾ കോൺവെർസേഷനിൽ വന്നു കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ലിപ് മൂവ്മെന്റ് ആയിരിക്കും. കാരണം ആ ലിപ് മൂവ്മെന്റിൽ നിന്നുമാണ് അവരെന്താണ് പറയുന്നത് എന്നതിനെ പറ്റി ഒരു ഐഡിയ അവരുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒബ്സർവ് ദ ലിപ് മൂവ്മെന്റ് ഓഫ് പീപ്പിൾ എന്നുള്ളതും ആരുടെ പ്രത്യേകതയാണ്? ഹിയറിംഗ് ഇംപെയർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ പ്രത്യേകതയാണ്. 1, 2, 3 ഇവിടെ ആൻസർ ആയിട്ട് വരും, അല്ലെ? 1, 2 and 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how many disabilities are included in the list as per Right of Persons with Disabilities Act 2016? 2016 RPWD ആക്ട് അനുസരിച്ച് എത്ര തരത്തിലുള്ള ഡിസബിലിറ്റീസ് ആണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ RPWD ആക്ട് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്. നമ്മളുടെ PWD ആക്ടിന് പകരം വന്നിട്ടുള്ള ആക്ടാണ് RPWD ആക്ട്. PWD ആക്ട് 1995 വരുന്നത്. അപ്പോൾ ആ ഒരു ലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് 7 തരത്തിലുള്ള ഡിസബിലിറ്റീസ് ആണ്. 7 തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്കായിരുന്നു PWD ആക്ടിൻ്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 2016 RPWD ആക്ട് വരുന്നത്. ആ ഒരു ആക്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള രീതിയിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ള ഒരു ആക്ടാണ്. അപ്പോൾ ഇവിടെ എത്ര തരത്തിലുള്ള ഡിസബിലിറ്റീസ് ആണ് 2016 വന്നിട്ടുള്ള RPWD ആക്ടിൻ്റെ കീഴിൽ വരുന്നത്? 7, 21, 20, 23. എത്രയാണ്? 21 കേട്ടോ. PWD ആക്ടിൻ്റെ ആണ് ചോദിക്കുന്നതെങ്കിൽ 7 വരുന്നത്. പക്ഷെ RPWD ആക്ട് അനുസരിച്ച് 21 തരത്തിലുള്ള ഡിസബിലിറ്റീസ് ആണ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ആ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് ഈ ഒരു ആക്ടിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. 21. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈ റിപ്പീറ്റിംഗ് ദ പ്രോസസ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് സ്ട്രെങ്തൻസ്. വിച്ച് ലോ ഈസ് റിലേറ്റഡ് ടു ദിസ്? ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന
ലോ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ദ റിലേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് സ്ട്രെങ്തൻസ്. എങ്ങനെയാണ് സ്ട്രെങ്തൻ ചെയ്യപ്പെടുന്നത്? ബൈ റിപ്പീറ്റിംഗ് ദ പ്രോസസ്. അല്ലെ, നമ്മൾ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള കണക്ഷൻ അല്ലെങ്കിൽ റിലേഷൻ സ്ട്രെങ്തൻ ചെയ്യപ്പെടുന്നുണ്ട്. ഏത് ലോയാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്? ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് ക്ലോഷർ. ഏതാ വരുന്നത്? ലോ ഓഫ് എക്സസൈസ് ആണ്. അല്ലേ, ഒരു കാര്യം നമ്മൾ എത്ര തവണ പ്രാക്ടീസ് ചെയ്യുന്നുവോ, അല്ലേ, ഇപ്പോൾ ഒരു ചോദ്യത്തിനൊരു ഉത്തരം നമ്മൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ചോദ്യം വായിക്കുന്നു, ഉത്തരം വായിക്കുന്നു, ചോദ്യം വായിക്കുന്നു, ഇത് കുറേ തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചോദ്യത്തിനൊരു ഫസ്റ്റ് പാർട്ട് കേൾക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The process of formation of strong and interrelated cognitive structure by the internal redistribution and addition of schema is called. ഇവിടെ ഒരു പ്രോസസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ പ്രോസസ്സ് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്താണ് പ്രോസസ്സിന്റെ പ്രത്യേകത? The formation of strong and interrelated cognitive structure by the internal redistribution and addition of schema. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർ റിലേറ്റീവ് ആയിട്ടുള്ള കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ഫോം ചെയ്യപ്പെടുന്നു. എങ്ങനെയാണ്? ബൈ ദ ഇന്റേണൽ റീഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡിഷൻ ഓഫ് സ്കീമ. സ്കീമകളുടെ ഒരു ഇന്റേണൽ റീഡിസ്ട്രിബ്യൂഷൻ വഴിയും അഡിഷൻ വഴിയും കൂട്ടിച്ചേർക്കുന്നത് വഴിയുമാണ് നമ്മുടെ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് മെച്ചുറേഷൻ, ഓർഗനൈസേഷൻ, അസിമിലേഷൻ, ഇക്വിലിബ്രിയം. ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്? ഏത് പ്രോസസ്സാണത്? ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഓർഗനൈസേഷൻ. അല്ലേ, എല്ലാ ആളുകൾക്കും എന്തുണ്ട്? അവരുടേതായിട്ടുള്ള കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ഉണ്ട്. ഈ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ നമ്മൾ എൻവയോൺമെൻറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിൻ്റെ ഭാഗമായിട്ട് അത് ഡെവലപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിലാണ് സ്കീമകൾ ഇരിക്കുന്നത്. അല്ലേ, നോളജിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റിനെയാണ് നമ്മൾ സ്കീമ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സ്കീമകളുടെ ഒരു റീഡിസ്ട്രിബ്യൂഷൻ വഴിയും അഡിഷൻ വഴിയുമാണ് കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് പഠിച്ചിട്ടുള്ളത്? അസിമിലേഷൻ, അക്കോമഡേഷൻ, ഇക്വിലിബ്രേഷൻ. ഈ 3 പ്രോസസ്സുകളും അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. ഓർഗനൈസേഷൻ പ്രോസസ്സ് വഴിയാണ് കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കേഡറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. എങ്ങനെയൊക്കെ നമുക്ക് PYQ ക്വസ്റ്റ്യൻസ് കിട്ടാൻ വഴിയുണ്ടോ അത്രയും സോഴ്സസ് ഉപയോഗിക്കുക. നല്ലപോലെ പഠിക്കുക. ഇനി ഒരിക്കലും ഇപ്പോൾ പഠിച്ച് തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ഏരിയാസ് ഏതാണെന്ന് റെക്കഗ്നൈസ് ചെയ്യുക. എന്നിട്ട് ആ ഏരിയാസിന് അല്ലെങ്കിൽ ആ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യിക്കാനായിട്ട് മറന്നു പോകരുത്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടീം സൈലം ഇവിടെ റെഡിയാണ്. നമ്മുടെ 30 ഡേയ്സിൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്ക് പക്കയായിട്ട് കാര്യങ്ങൾ പഠിച്ചു പോവാം. ഫെബ്രുവരിയിൽ നടക്കുന്ന കേട്ടിട്ട് നമുക്ക് ഉറപ്പായിട്ടും നേടിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ പഠിക്കാൻ റെഡിയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകുന്നോളൂ. നമ്മളിവിടെ റെഡിയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലൈവുകളിൽ നിങ്ങളെ കാണാം. അപ്പോൾ നല്ല ഉഷാറായിട്ട് പഠിക്കുക. വരും ക്ലാസ്സുകളിൽ കേട്ടറ്റ് എക്സാമിൻ്റെ അപ്ഡേഷൻസും ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.